ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നെക്ക് ഡിസൈനാണ്. പ്ലെയിൻ കുർത്തിയുടെയോ ചുരിദാറിൻ്റെയോ നെക്ക് പോർഷനിൽ നമുക്ക് ഈ ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ സ്ലീവ് പോർഷനിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണിത്. നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കളറിലെ എംബ്രോയ്ഡറി ത്രെഡ് വേണം. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന നോർമൽ ത്രെഡും വേണം. മെറ്റീരിയലിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. സിംഗിൾ സ്റ്റാൻഡിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ത്രെഡിൻ്റെ അറ്റത്ത് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബീഡ്സ് വെച്ച് കൊടുക്കാം. ഒരു പ്രാവശ്യം എടുത്ത ത്രെഡ് കഴിയുന്നത് വരെ ആ ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാവുന്നതാണ്. 2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് ഓരോ ബീഡ്സും വെച്ച് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു വരി കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ അടുത്തതിലോട്ട് പോകുമ്പോഴേ 2 ബീഡ്സിൻ്റെ സെൻട്രലായിട്ട് വേണം അടുത്ത ബീഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബീഡ്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ് എടുക്കുക. 6 സ്റ്റാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ബീഡ്സിൻ്റെ അടുത്തൂടെ താഴെ നിന്ന് മുകളിലേക്ക് ത്രെഡ് കൊണ്ടുവരിക. ഫ്ലവർ ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ത്രെഡ് നീഡിൽ 2 പ്രാവശ്യം ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നീഡിൽ താഴോട്ട് കൊണ്ടുപോവുക. ത്രെഡിന് കെട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ത്രെഡ് ഒന്ന് വലിച്ചു പിടിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ ഈ ബീഡിന് ചുറ്റും ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബീഡിന് ചുറ്റും ഇതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവറിന് സ്റ്റെം കൊടുക്കണം. സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് സ്റ്റെം കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ കളർ ത്രെഡ് സ്ട്രിക്സ് സ്റ്റാൻസിൽ എടുത്തതിന് ശേഷമാണ് സ്റ്റെം കൊടുക്കുന്നത്. എല്ലാ ഫ്ലവേഴ്സിനും ഇതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെം ചെയ്ത് കൊടുക്കാം. സ്റ്റെം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ലീഫാണ്. ലേസി ഡേസി ഉപയോഗിച്ചിട്ടാണ് ലീഫ് കൊടുക്കുന്നത്. ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അറിയാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡിസൈനിൻ്റെ ഫൈനൽ ലുക്കാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്